ഹായ് ഡിയേഴ്സ്. അപ്പോൾ NIOS 2024 ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ? ആ റിസൾട്ട് വന്നതിൽ കുറച്ചെങ്കിലും സ്റ്റുഡൻസിന് നിങ്ങളുടെ റിസൾട്ടിൽ SYC, SYCT, SYCP എന്നൊക്കെ വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പാസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻറ്റു മാർക്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇങ്ങനെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. SYCT, SYCP എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് എങ്കിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവും എന്നുള്ളത് അല്ലേ? അപ്പോൾ കുറച്ച് കുട്ടികൾക്കെങ്കിലും NIOSൽ ഇത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടോ അല്ലെങ്കിൽ എക്സാമിന്റെ ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആ മാർക്സിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് ആ ഒരു ആൻസേഴ്സ് എഴുതുന്ന കാര്യത്തിൽ നിങ്ങളുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ള വല്ല പാളിച്ചകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം അല്ലേ? അല്ലെങ്കിൽ പഠന അന്തരീക്ഷത്തിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. നിങ്ങൾ 2 or 3 സബ്ജക്റ്റുകളിലൊക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസ് ആരും തന്നെ വെറീഡ് ആവേണ്ടതില്ല, നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. നിങ്ങൾക്ക് NIOS വീണ്ടും എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഏപ്രിൽ ബാച്ചിന്റെ എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി NIOSൽ 2 ബാച്ചസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്ന് ഏപ്രിൽ ബാച്ചും മറ്റൊന്ന് ഒക്ടോബർ ബാച്ചും ആണ്. ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതി അതിൽ എന്തെങ്കിലും പാളിച്ച വന്നു നിങ്ങൾക്ക് ഫെയിൽ ആയി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബാച്ചിന്റെ കൂടെ ആ ഒരു എക്സാം എഴുതി എടുക്കാം എന്നുള്ളത് പലർക്കും അറിയാമായിരിക്കും അല്ലേ? പക്ഷെ അവിടെയും നിങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പൊ ഏപ്രിൽ ബാച്ചിൽ എഴുതണമെങ്കിൽ ഏപ്രിൽ ബാച്ചിന്റെ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സ് എൻഡ് ആയിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ എപ്പോഴാണ് ഇതിന് എക്സാം എഴുതുക എന്നുള്ള ഒരു സംശയമാണ് കുട്ടികൾ പൊതുവെ ചോദിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സംശയവും ടെൻഷനോ ഒന്നും നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. നോർമലി നമ്മുടെ ഏപ്രിൽ ബാച്ചിൽ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് അവർക്ക് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പോർട്ടലാണ് ഇപ്പോൾ നിലവിൽ ക്ലോസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ റിസൾട്ട് വന്നിട്ടുള്ള 2024 ഒക്ടോബർ ബാച്ചിൽ ഇപ്പോൾ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള ഒരു പോർട്ടൽ, എക്സാം രജിസ്ട്രേഷൻ പോർട്ടൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ NIOSൽ നിന്ന് ഓപ്പൺ ആവുന്നതാണ്. സോ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയാൽ ഉടൻ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും NIOSൽ നിന്ന്. സോ ആ NIOSന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാം പോർട്ടൽ ഓപ്പൺ ആയാൽ ഉടനെ തന്നെ നമ്മൾ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ സമയത്ത് ആ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കണം. എന്നിട്ട് അതിൽ കയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ മാർക്കും അതുപോലെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ്റെ ഫീയും അടച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഇനി രണ്ടാമതായിട്ടുള്ള കുട്ടികളുടെ മറ്റൊരു സംശയമാണ്, ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഫെയിൽ ആയി പോയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രം എഴുതാൻ മതിയോ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും എഴുതേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോടാണ് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും എഴുതേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം. മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി 5 സബ്ജക്റ്റ് എടുത്തിട്ടുള്ള സ്റ്റുഡൻറ്റ് ഇപ്പൊ സോഷ്യോളജിയിൽ മാത്രം ഫെയിൽ ആയി പോയി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ 4 സബ്ജക്റ്റും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ തോറ്റുപോയിട്ടുള്ള ഫെയിൽ ആയിട്ടുള്ള സോഷ്യോളജി മാത്രം നിങ്ങൾക്ക് അടുത്ത ബാച്ചിന്റെ കൂടെ എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആ ഒരു സംശയം ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് വരുന്നതാണ് ഈ ഒരു എക്സാം ഒന്ന് മാത്രം എഴുതിയാൽ മതി, ഓക്കെ. ഇനി എക്സാം രജിസ്ട്രേഷൻ ഫീ എങ്ങനെയാണ്? ഫീ നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിരിക്കും കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫീ ആയിരിക്കണം നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് പേ ചെയ്യേണ്ടി വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ കുറിച്ചിട്ട് നിലവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഇതൊന്നുമല്ല, ഏപ്രിൽ ബാച്ചിന്റെ കൂടെ എക്സാം എഴുതണമെങ്കിൽ ഇപ്പൊ ജനുവരി ആയി, ഇനി ഫെബ്രുവരി, മാർച്ച് 2 മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പേ എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ച് മിസ് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് ഓൺ ഡിമാൻഡ് എക്സാംസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് വഴി എഴുതാൻ പറ്റും. അത് നോർമൽ ഏപ്രിൽ ഒക്ടോബർ ബാച്ചിൽ നടക്കുന്ന 2 എക്സാമുകൾ പോലെയല്ല. ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുമ്പം ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കാറുണ്ട്. ആ ഒരു സമയത്ത്
അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യണം. സെയിം എക്സാമിന് നിങ്ങൾ ഏപ്രിലിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും ഈ ഓൺ ഡിമാൻഡിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ഓൺ ഡിമാൻഡ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ പോർട്ടലും ഓപ്പൺ ആയിട്ടില്ല. ഓൺ ഡിമാൻഡ് എക്സാംസ് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സേ എക്സാം എഴുതുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മിസ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത്രയാണ് സേ എക്സാമിനെ കുറിച്ച് ഏപ്രിൽ ബാച്ചിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ഒരു എക്സാം ഫെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ എക്സാം ഫെയിൽ ആയി പോയി, ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ ആവരുത്, നിങ്ങൾ ഒരിക്കലും പതറിപ്പോകരുത്. നിങ്ങൾ ഈ ഒരു അവസരം എൻ്റെ ലൈഫിൽ വീണ്ടും എനിക്കൊരു SSLC +2 നേടിയെടുക്കാൻ എനിക്ക് കിട്ടിയ ഈ ഒരു അവസരം ഞാനായിട്ട് ഇല്ലാതാക്കി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി വിഷമിച്ച് സങ്കടപ്പെട്ട് നിങ്ങൾ ഇനിയുള്ള ആ ഒരു അവസരം കൂടെ കാണാതെ പോകരുത്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സേ എക്സാം എഴുതി നിങ്ങൾക്ക് വീണ്ടും ജയിക്കാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങളെ കൂടെ ഫ്യൂച്ചർ പ്ലസ് ടീം മൊത്തത്തിലുണ്ടാവും. ആ ഒരു വിവരം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. NIOSലെ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ ഒക്കെ എഴുതിയെടുക്കാനുള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു എക്സാം എഴുതിയെടുക്കുന്നതിന് ആ ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലേണിംഗ് ഇനി മുമ്പോട്ടേക്ക് വേണോ അല്ലേ? സോ അത് കൃത്യമായിട്ടും നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സ് വഴി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് തരാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വരുന്ന സെക്ഷനിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ് എഴുതുന്നതെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. അല്ല ഏപ്രിൽ ബാച്ചിൻ്റെ ഒപ്പമാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എസ്എ എക്സാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി ഈ ഒരു ഏപ്രിൽ ബാച്ചിൽ എഴുതുന്നതിനെ കുറിച്ചിട്ടോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. NIOSന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇനിയും പാസ്സായി വരാനുള്ള അവസരം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. എല്ലാവരും പാസ്സാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.